ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഗവർണർ തലസ്ഥാനത്ത് തന്നെ തുടരുകയാണ്. ഇവിടെ പോലീസുകാരോട് ആക്രോശിക്കുന്നത് കാണാം. ഇവർക്കെതിരെ കേസെടുത്താൽ മാത്രമേ പോവുകയുള്ളൂ എന്ന് പറയുകയും ചായക്കടയിൽ നിന്ന് കസേര എടുത്തിട്ട് ചായക്കടയ്ക്ക് മുൻവശം ഇരിക്കുകയാണ്. വിഷ്വൽ അയച്ചിട്ടുണ്ട്. ഗവർണർ പൊതുനിരത്തിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധം തുടരുകയാണ്. ഇതിനിടയിൽ പോലീസിനോട് ആക്രോശിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. നിങ്ങളാണ് കുറ്റക്കാര്, നിങ്ങൾ ആണ് ഇത്തരത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കാത്തത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ പോലീസിന് നേരെ ഉന്നയിക്കുന്ന ഗവർണറെ നമ്മൾ കണ്ടു. വിനോദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. വിനോദ്, ഇത്തരത്തിൽ ഒരു ഗവർണർ പ്രതിഷേധിക്കുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നതൊന്നും കേട്ടുകേഴ്വിയില്ലാത്ത കാര്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത്തരത്തിൽ അസാധാരണമായ നീക്കങ്ങളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. തികച്ചും നാടകീയമായ രംഗങ്ങളാണ് അദ്ദേഹം അവിടെ സൃഷ്ടിച്ചത്. കഴിഞ്ഞ തവണ ഈ തിരുവനന്തപുരത്ത് ഉണ്ടായ പ്രതിഷേധത്തിൽ SFI പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ അടുക്കുന്നതും വാഹനത്തിൽ ഇടിക്കുന്നതും ഒക്കെ ഉണ്ടായ ഒരു സംഭവമുണ്ട്. അത്തരത്തിൽ അദ്ദേഹം സ്പോണ്ടേനിയസ് ആയി വാഹനത്തിൽ നിന്ന് ഇറങ്ങി പ്രതിഷേധക്കാരോട് ആക്രോശിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ സ്ഥിതി ഇവിടെ നിലമേലിൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രതിഷേധക്കാരെ കണ്ടപാടെ അദ്ദേഹം ഇത്തരത്തിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവർക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു, അവർക്ക് നേരെ ആക്രോശിക്കുകയായിരുന്നു. അത്തരത്തിൽ സമാധാനപരമായ ഒരു പ്രതിഷേധമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയല്ലേ സാഹചര്യം വിനോദ്? ഗവർണറെ അനുനയിപ്പിക്കാൻ പല തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. DGP തന്നെ ഗവർണറെ വിളിച്ചു. പക്ഷേ ഗവർണർ ക്രുദ്ധനാണ്. അദ്ദേഹം ചോദിച്ചത് മുഖ്യമന്ത്രിക്കാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു സുരക്ഷയാണോ ഒരുക്കുന്നത്? ഇത് ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് ഈ SFIയുടെ സമരം അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നത് വ്യക്തമാണ്. ഇത് ആദ്യമായല്ല ഗവർണർ റോഡിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നത്, SFIക്കാർക്ക് നേരെ ആക്രോശിക്കുന്നത്. തിരുവനന്തപുരത്തുണ്ടായ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നിപ്പോൾ കൊല്ലത്തും കാര്യങ്ങൾ. തീർത്തും നാടകീയമായിരുന്നു. ഇപ്പോൾ 14 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഗവർണർ തൃപ്തനല്ല. അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 50ഓളം പേർ തനിക്കെതിരെ കരിക്കൊടി വീശിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പ്രതിഷേധവുമായി തന്റെ വാഹനത്തിന് നേരെ വന്നു. ഇവർ മുഴുവൻ പേർക്കുമെതിരെയും നടപടി എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അവിടെയും തീരുന്നില്ല. ഗവർണർ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ഒരു ഗൗരവം കൂടി വർദ്ധിപ്പിക്കുന്നത്. കാരണം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുമായി അദ്ദേഹം ഇതിനകം സംസാരിച്ചു കഴിഞ്ഞു. പ്രൈം മിനിസ്റ്ററെയും കേന്ദ്ര ഹോം മിനിസ്റ്ററെയും വിളിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ജീവനക്കാർക്ക് നേരത്തെ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഈ ഭരണഘടന, നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ തലവൻ അദ്ദേഹം ഒരു കടയ്ക്ക് മുന്നിൽ കസേരയിട്ട് ഇരിക്കുകയാണ്. ഏതാണ്ട് 1.25 മണിക്കൂർ പിന്നിടുന്നു അദ്ദേഹത്തിന്റെ പ്രതിഷേധം തുടങ്ങിയിട്ട്. സദാനന്ദപുരത്ത് ഒരു ആശ്രമത്തിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഗവർണർ. ഈ കരിങ്കൊടി പ്രതിഷേധത്തെക്കുറിച്ച് പോലീസിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് തടയാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല. നേരത്തെ തന്നെ ഇതേ തരത്തിൽ ഈ പ്രതിഷേധമുണ്ടായപ്പോൾ തന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ത് നടപടി ആണ് സ്വീകരിച്ചിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കും എന്നത് ആവശ്യപ്പെട്ട് അദ്ദേഹം DGPക്ക് കത്ത് നൽകിയിരുന്നതാണ്. പക്ഷേ സമാനമായ സംഭവം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. നയപ്രഖ്യാപന പ്രസംഗം അദ്ദേഹം ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് വായിച്ച് പുറത്തേക്ക് പോവുകയും കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ദിന പരിപാടിയിൽ മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദിയിലേക്ക് എത്തിയെങ്കിലും പരസ്പരം മുഖത്ത് നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതെ മടങ്ങിപ്പോയതും കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഗവർണർ അദ്ദേഹത്തിന്റെ പ്രതിഷേധം തുടരുന്നത്. കരിങ്കൊടി പ്രതിഷേധത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതിഷേധമാണ്. പക്ഷേ വ്യത്യസ്തമാണ് പലപ്പോഴുമുള്ള സാഹചര്യങ്ങൾ. കാരണം കഴിഞ്ഞ ദിവസം പാലക്കാടും അതിനു മുൻപ് ഇടുക്കിയിൽ ഹർത്താൽ നടന്നപ്പോഴും ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. ഇടുക്കിയിലൊക്കെ അദ്ദേഹം ഈ സമരക്കാരെ, ഈ സമരം ചെയ്തവരെ കൈവീശി കാണിച്ചു പോവുകയായിരുന്നു. ഒരുപക്ഷെ ഇന്നലത്തെ ചില സംഭവങ്ങൾ അത് നമ്മൾ ഗൗരവത്തിൽ അല്ലെങ്കിൽ ആ തരത്തിൽ ചർച്ച ചെയ്തിരുന്നില്ല. ഇന്നലെ റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട് നടന്ന സമ്മേളനം, അവിടെ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിയ ശേഷം ഗവർണർ, മുഖ്യമന്ത്രിയും മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് അദ്ദേഹം കൈകൂപ്പി തൊഴുതാണ് നടന്നുപോയത്. പക്ഷെ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല. എന്നാൽ ഒരു പ്രത്യഭിവാദ്യം കാര്യമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് മുഖ്യമന്ത്രി തീർത്ഥം അവഗണിച്ച നിലയിലായിരുന്നു. മന്ത്രിമാരൊക്കെയും ആ നിലയ്ക്ക് ഗവർണറുടെ ഒരു അഭിവാദ്യത്തിന് പ്രത്യഭിവാദ്യം എന്ന നിലയിൽ അവരുടെ ഭാഗത്ത് നിന്ന് കാര്യമായ ഒരു പ്രതികരണം ഉണ്ടായില്ല. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോട് തുടർന്ന് നടന്നു പോകുന്ന വഴിയിൽ ഗവർണർ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. അത് എന്താണെന്നുള്ളത് വ്യക്തമല്ല. ഒരു പക്ഷേ അദ്ദേഹത്തിന് നീരസമുണ്ടായിരുന്നിരിക്കാം. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സമീപനത്തിൽ നമുക്കറിയാം വളരെ സെൻസിറ്റീവായി പ്രതികരിക്കുന്ന നിലയിലേക്ക് പലപ്പോഴും
ഇവരുടെ പ്രവർത്തനങ്ങൾ മാറി. ശരി വിനോദ്, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ